ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് എനർജി ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ എന്നുള്ളതാണ്. സോ ദി എനർജി ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് നമ്മൾ പഠിച്ചിരുന്നു. എന്തായിരുന്നു സിമ്പിൾ ഹാർമോണിക് മോഷൻ? സോ നമുക്കറിയാം, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത് we can say like that a particle is said to execute a simple harmonic motion when it vibrates periodically in such a way that at any instant the restoring force acting on it is proportional to the displacement from a fixed point and is always directed towards that point. അതായത് ഒരു വസ്തു സിമ്പിൾ ഹാർമോണിക് മോഷൻ നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ വസ്തുവിൽ അതിൻ്റെ റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു ദി ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കണം. സോ റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ റീസ്റ്റോറിങ് ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കണം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്? ടുവേർഡ്സ് ദി ഫിക്സഡ് പോയിൻ്റ്. ഇവിടെ ഫിക്സഡ് പോയിൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മീൻ പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനെയാണ്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണോ അതിന് നേരെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും റീസ്റ്റോറിങ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് എന്ന് എഴുതാൻ വേണ്ടി പറ്റണം. അപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മോഷൻസിനെയാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചു, അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ എക്സ്പ്രഷൻ പഠിച്ചു, വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ പഠിച്ചു, ആക്സിലറേഷൻ്റെ എക്സ്പ്രഷൻ പഠിച്ചു. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത്. ഇനി നമ്മൾ പറയുന്നത് ഒരു ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എനർജിയുടെ എക്സ്പ്രഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ അതിനായിട്ട് നമുക്കറിയാം സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ എക്സാമ്പിളാണെന്ന് പറയാം. സോ ഞാനിവിടെ ഒരു സിമ്പിൾ പെൻഡുലം കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലം കൺസിഡർ ചെയ്യുമ്പോൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഓസിലേഷൻ ഞാൻ കൺസിഡർ ചെയ്യുന്നു. സപ്പോസ് ഇതിൻ്റെ മെയിൻ പൊസിഷനാണെന്ന് വിചാരിക്കുക. ഇതിനെ ഞാൻ ഈ മെയിൻ പൊസിഷനിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യുന്നു. സോ സപ്പോസ് ഇത് ഓസിലേറ്റ് ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പാത്തിലാണ് ഇത് ഓസിലേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിനെ ഒരു എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് മെയിൻ പൊസിഷനിൽ നിന്നും ഞാനൊരു എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇതിൽ വരുത്തി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മെയിൻ പൊസിഷനിൽ നിന്നും ഈ ബോബിനെ ഷിഫ്റ്റ് ചെയ്ത് ഈ ഒരു എക്സിലേക്ക് നീക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സിസ്റ്റത്തിൻ്റെ മുകളിൽ ഇവിടെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സിസ്റ്റത്തിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുമ്പോൾ അത് ആ സിസ്റ്റത്തിൻ്റെ എന്തായിട്ട് സ്റ്റോർ ചെയ്യപ്പെടും? അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെന്തുണ്ട്? ഒരു പർട്ടിക്കുലർ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അതുപോലെ തന്നെ ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഈ ട്രാക്കിൽ കൂടി ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിന് നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ നേരത്തെ നമ്മൾ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്തത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തുണ്ട്? കൈനറ്റിക് എനർജിയും ഉണ്ടെന്ന് പറയും. സോ ഒരേ സമയം ഇതിന് പൊട്ടൻഷ്യൽ എനർജിയും അതുപോലെ തന്നെ എന്തുണ്ട്? കൈനറ്റിക് എനർജിയും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പൊട്ടൻഷ്യൽ എനർജിയും അതുപോലെ തന്നെ കൈനറ്റിക് എനർജിയുമുള്ള ഈ സിമ്പിൾ ഹാർമോണിക് ഒരു ഹാർമോണിക് ഓസിലേറ്റർ നമ്മളെടുത്താൽ അതിൻ്റെ കൈനറ്റിക് എനർജി എന്താണ്, അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്താണ്, അതിൻ്റെ ടോട്ടൽ എനർജി എന്താണ്, ഈ എനർജി എങ്ങനെയാണ് ഇതിൽ വേരി ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ നമുക്കറിയാം വി ഹാവ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ ദ ഡിസ്പ്ലേസ്മെൻറ്റ്? വി നോ ദാറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ ആണെന്ന് നമുക്കറിയാം. ഇനി വെലോസിറ്റി എന്താണ്? വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ആണെങ്കിൽ വെലോസിറ്റി ഡി എക്സ് ബൈ ഡി ടി ആണ്. സോ ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. സോ എ കോൺസ്റ്റൻറ്റ് സൈൻ ഒമേഗ ടി പ്ലസ് ഫൈയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് ഫൈ ഇൻറ്റു ഒരു ഒമേഗ വരും. ദാറ്റ് ഈസ് ദിസ് ഈസ് എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് വരും. ഓർ ദിസ് ഈസ് ഈക്വൽ ടു എ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് ഫൈ എനിക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് എഴുതാം.
ആൻഡ് ദിസ് ഈസ് ഒമേഗ ഇൻറ്റു റൂട്ടിന് പുറത്തുള്ള എയെ ഞാൻ റൂട്ടിനെ ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ അത് എ സ്ക്വയർ ആയിട്ട് വരും. സോ ദിസ് ഈസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് വരും. ഓർ ദിസ് ഈസ് ഒമേഗ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എക്സ് ആണെങ്കിൽ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. സോ ദിസ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഈ എക്സ്പ്രഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുമാണ്. ഇനി അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആക്സിലറേഷൻ എന്ന് പറയുന്നത്? നമുക്കറിയാം ആക്സിലറേഷൻ ഈസ് ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ ആണ്. സോ ഡി എക്സ് ബൈ ഡി ടി നമ്മൾ ഒരു തവണ കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് ഇതാണ്. സോ ഇവിടെ എ ഒമേഗ കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ട്. കോസ് ഒമേഗ ടി പ്ലസ് ഫൈയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ ഇൻറ്റു ഒരു ഒമേഗ കൂടി വരും. ദാറ്റ് ഈസ് ദിസ് ഈസ് മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് വരും. ദാറ്റ് ഈസ് ദിസ് ഈസ് എ സൈൻ ഒമേഗ, ഇവിടെ ഒരു എ ഉണ്ട്, ഇവിടെ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ ഉണ്ട്. എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് പറയുന്നത് എക്സ് ആണ്. സോ ദിസ് ഈസ് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് വരും. അപ്പോൾ ഇതാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആക്സിലറേഷൻ എന്ന് തന്നെ എഴുതാം. കാരണം സ്മോൾ എ എന്ന് പറയുന്നത് നമ്മുടെ ആംപ്ലിറ്റ്യൂഡിനെയാണ് നേരത്തെ റെപ്രസെൻറ്റ് ചെയ്തത്, അതുമായിട്ട് മാറിപ്പോകണ്ട. സോ ദിസ് ആക്സിലറേഷൻ ഈസ് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ കേസിൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണെന്നും ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഈസ് മൈനസ് ഒമേഗ സ്ക്വയർ എക്സും ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ നമുക്കറിയാമെങ്കിൽ ഇവിടെ ഫോഴ്സ് എന്തായിരിക്കും? വി നോ ദാറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ഓക്കെ, സോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഓസിലേറ്ററിൻ്റെ മാസ് സ്മോൾ എം ആണെങ്കിൽ ഇവിടെ ഫോഴ്സ് എന്ത് വരും? എം ഇൻറ്റു ദിസ് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ്. ഓർ ദാറ്റ് ഈസ് മൈനസ് എം ഒമേഗ സ്ക്വയർ എക്സ് ആണ്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ കേസിൽ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് സി ഡിവൈഡഡ് ബൈ എം ആണെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഒമേഗ സ്ക്വയർ ഈസ് സി ഡിവൈഡഡ് ബൈ എം ആണ്. അപ്പോൾ അവിടെ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എം ഒമേഗ സ്ക്വയറിന് പകരം എന്ത് കൊടുക്കാം? സി എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ദിസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മൈനസ് സി ഇൻറ്റു എക്സ് ആണെന്ന് എഴുതാം. ഇനി നമ്മളിങ്ങനെ കൺസിഡർ ചെയ്യുകയാണ്, ഈഫ് ദിസ് ഓസിലേറ്റിംഗ് പാർട്ടിക്കിൾ, okay, if the oscillating particle is displaced, if the oscillating particle is displaced by a small distance dx, then the work done on the particle, അതായത് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ ഓസിലേറ്റിംഗ് പാർട്ടിക്കിളിനെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഡി എക്സ് ഡിസ്റ്റൻസ് നമ്മൾ ഇതിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. അങ്ങനെ ഡി എക്സ് ഡിസ്പ്ലേസ് ചെയ്യാൻ നമ്മൾ ഈ സിസ്റ്റത്തിൻ്റെ മുകളിൽ ചെയ്ത വർക്ക് എത്രയാണെന്നാണ് നമുക്കറിയേണ്ടത്. സോ ഡി എക്സ് ഡിസ്പ്ലേസ് ചെയ്യാൻ ചെയ്ത വർക്ക് ഡി ഡബ്ല്യു, സ്മോൾ വർക്ക് ഡി ഡബ്ല്യു ആണെന്ന് വിചാരിക്കാം. അങ്ങനെ ഡി ഡബ്ല്യു ആണെങ്കിൽ ദിസ് ഡി ഡബ്ല്യു വിൽ ബി മൈനസ് എഫ് ഡി എക്സ് ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എഫ് എന്ന് പറയുന്നത് മൈനസ് സി എക്സ് ആണ്. സോ മൈനസ് ഓഫ് മൈനസ് സി എക്സ് പ്ലസ് സി എക്സ് ഡി എക്സ് എന്ന് വരും. ഓക്കെ, ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു ചെറിയ ഡിസ്റ്റൻസ് ഡി എക്സ് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ സിസ്റ്റത്തിൽ ചെയ്ത വർക്കാണ്. അങ്ങനെയാണെങ്കിൽ if it is displaced from x is equal to 0 to x is equal to x, then the work done is, അതായത് ആദ്യം നമ്മൾ കണ്ടുപിടിച്ച വർക്ക് ഡി എക്സ് മൂവ് ചെയ്യാനുള്ള വർക്കാണ്. ഇപ്പം നമ്മൾ പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 0യിൽ നിന്നും എക്സ് ഇസ് ഈക്വൽ ടു എക്സിലേക്ക്, എന്ന് വെച്ചാൽ എക്സ് ഡിസ്റ്റൻസ് ഇതിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട വർക്ക് എത്രയാണെന്നുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഡി ഡബ്ല്യു അറിയാം. ഡി ഡബ്ല്യു എന്ന് പറയുന്നത് ഡി എക്സ് ഡിസ്റ്റൻസ് മൂവ് ചെയ്യാനുള്ള വർക്കായിരുന്നു. ദാറ്റ് ഈസ് ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു സി എക്സ് ഡി എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് ഡിസ്റ്റൻസ് മൂവ് ചെയ്യാനുള്ള വർക്ക് കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. എവിടെ മുതൽ എവിടം വരെ? 0 to x സി എക്സ് ഡി എക്സ് എടുക്കുക. സോ സി പുറത്തേക്ക് വരും. ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ 2 ആണ്. സോ ദിസ് ഈസ് ഹാഫ് സി എക്സ് സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 0 എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു 0. സപ്പോസ് ഞാൻ സിമ്പിൾ പെൻഡിലാണ് എടുക്കുന്നതെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതിൻ്റെ മീൻ പൊസിഷനാണ്. ഈ 0യിൽ നിന്നും
എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് മൂവ് ചെയ്യാൻ വേണ്ടി ചെയ്ത വർക്കാണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 0-യിൽ നിന്നും ഈ എക്സിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ചെയ്ത വർക്ക് ഹാഫ് cx² ആണെന്ന് പറഞ്ഞാൽ അത് ഈ സിസ്റ്റത്തിൻ്റെ എന്ത് തന്നെയാണ്? സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി തന്നെയാണെന്ന് പറയാം. ദാറ്റ് ഈസ് ദിസ് വർക്ക് ഡൺ ഓൺ ദ പാർട്ടിക്കിൾ becomes its potential energy. സോ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുക. സോ ദ പൊട്ടൻഷ്യൽ എനർജി യു എന്ന് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നു ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് cx² ആണ്. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഹാഫ് cx² ആണെന്ന് കിട്ടി. ഇനി എന്തായിരിക്കും കൈനറ്റിക് എനർജി? നമുക്കിപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കിട്ടി. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് കൈനറ്റിക് എനർജി ഓഫ് ദി ഓസിലേറ്റർ. Kinetic energy of the oscillator at any displacement x. കൈനറ്റിക് എനർജി എന്താണെന്നുള്ളതാണ് കാണേണ്ടത്. സോ ദിസ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമുക്കറിയാം, കൈനറ്റിക് എനർജി ഈസ് ഹാഫ് mv² ആണ്. ഹാഫ് mv², v is the velocity. സോ ദിസ് ഈസ് ഹാഫ് m ഇൻറ്റു വിയുടെ എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. വെലോസിറ്റി ഈസ് ഒമേഗ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് a² മൈനസ് x² ആണ്. സോ v² എടുക്കുമ്പോൾ ഒമേഗ ഇൻറ്റു that is omega square into a² minus x² എന്ന് വരും. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് m omega² എന്ന് പറയുന്നത് നമുക്ക് c ആണെന്നറിയാം. സോ ഹാഫ് c ഇൻറ്റു a² മൈനസ് x² ആണെന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ കിട്ടിയത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഹാഫ് cx² ആണെന്നും കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് c ഇൻറ്റു a² മൈനസ് x² ആണെന്നാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്? ദിസ് ടോട്ടൽ എനർജി E ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി U പ്ലസ് കൈനറ്റിക് എനർജി K ആണ്. സോ ദിസ് ഈസ് ഹാഫ് cx² പ്ലസ് ഹാഫ് c ഇൻറ്റു a² മൈനസ് x² എന്ന് വരും. സോ ഇതിനെ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഹാഫ് ca² ആണെന്ന് കിട്ടും. ഓക്കെ, ഹാഫ് ca² എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ഹാഫ് c എന്ന് പറഞ്ഞാൽ m omega² ദെൻ a² ഓർ ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു m. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമേഗ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 2π ഡിവൈഡഡ് ബൈ t ആണ്. സോ ദിസ് ഈസ് 2π ബൈ t ഹോൾ സ്ക്വയർ ഇൻറ്റു a² എന്ന് വരും. ഓർ ദാറ്റ് ഈസ് 2πയുടെ സ്ക്വയർ എടുത്താൽ 4π², താഴെ ഒരു 2 കൂടെ ഉണ്ട്, ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് 2π² m a² ഇൻറ്റു ദിസ് 1/t ഹോൾ സ്ക്വയർ ആണ്. വാട്ട് ഈസ് 1/t? 1/t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. ലെറ്റ് മീ റെപ്രസെൻറ്റ് ദിസ് 1/t ഈസ് ഈക്വൽ ടു n എന്ന് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് 2π² m a² n എന്ന് എഴുതാം. 2π² m a² n². ഓക്കെ, സോ ദിസ് ഈസ് ദി ടോട്ടൽ എനർജി. അപ്പോൾ ഇവിടുന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത് ഹിയർ ദിസ് ടോട്ടൽ എനർജി ഈസ് എ കോൺസ്റ്റൻ്റ് ആണ്. ടോട്ടൽ എനർജി ഈസ് എ കോൺസ്റ്റൻറ്റ്. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഇവിടെ ഈ എക്സ്പ്രഷൻ നോക്കി അറിയാം. ഇത് ടോട്ടൽ എനർജിയുടെ എക്സ്പ്രഷനാണ്. ഇതിൽ c എന്ന് പറയുന്നത് m omega² ആണ്, a എന്ന് പറയുന്നത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. സോ ദിസ് ടോട്ടൽ എനർജി വിൽ ബി എ കോൺസ്റ്റൻറ്റ്. അതുമല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഒരു സിസ്റ്റം സിമ്പിൾ ഹാർമോണിക് മോഷൻ നടത്തുന്നു. ഇവിടെ നമ്മൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചു, അതിൻ്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചു, അതിൽ നമ്മൾ അതിൻ്റെ ടോട്ടൽ എനർജി കണ്ടുപിടിച്ചു. ഈ സിസ്റ്റത്തിൽ മറ്റ് ഡിസിപ്പേറ്റീവ് ഫോഴ്സുകളൊന്നും ഇല്ല എങ്കിൽ, ഡിസിപ്പേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ഇതിൻ്റെ എനർജി നഷ്ടപ്പെടുന്ന എന്തെങ്കിലും സോഴ്സുകൾ അതിലില്ല എങ്കിൽ, ഡിസിപ്പേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിളാണ് ഫോർ എക്സാമ്പിൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നൊരു ഡിസിപ്പേറ്റീവ് ഫോഴ്സാണ്. ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്ന സാധാരണഗതിയിൽ ഒരു ഡിസിപ്പേറ്റീവ് ഫോഴ്സാണ്. ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എയർ മൂലമുള്ള അതിൻ്റെ മൂവ്മെൻറ്റിന്, എയർ കൊണ്ട് ഈ പറഞ്ഞ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ മൂവ്മെൻറ്റിനുണ്ടാകാവുന്ന തടസ്സം, അതൊരു തരത്തിലുള്ള ഇതിന് ഓപ്പോസിഷൻ സൃഷ്ടിക്കുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഫാക്ടേഴ്സൊക്കെ നെഗ്ലിജിബിൾ ആണെന്നുള്ള അസംഷനിലാണ് നമ്മൾ ഈ പറയുന്നത്. അങ്ങനെ നെഗ്ലിജിബിൾ ആണെന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മറ്റ് ഫ്രിക്ഷണൽ ഫോഴ്സുകളോ അതുപോലുള്ള മറ്റ് ഡിസിപ്പേറ്റീവ് ഫോഴ്സുകളോ ഒന്നും ഇതിൽ ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ ഇവിടെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ടോട്ടൽ എനർജി വിൽ ബി എ
കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ഹിയർ ദിസ് ടോട്ടൽ എനർജി, ഇവിടെ ടോട്ടൽ എനർജി ഇൻ ടേംസ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് ആണ്, ഇവിടെ ടോട്ടൽ എനർജി ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് ടോട്ടൽ എനർജി ഇൻ ടേംസ് ഓഫ് പീരിയഡ് ആണ്. സോ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ടോട്ടൽ എനർജി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്, എനർജിയുടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അതിനായിട്ട് നമുക്കിപ്പോൾ അറിയാവുന്ന കാര്യം എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ട് ഹാഫ് സി എക്സ് സ്ക്വയർ ആണെന്നറിയാം. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് സി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണെന്നറിയാം. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഹാഫ് സി എ സ്ക്വയർ ആണെന്നറിയാം. ഓക്കെ, സോ നമ്മൾ ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തുകയാണ്. സോ ഞാനിവിടെ എക്സ് ആക്സിസിൽ ലെറ്റ് ദിസ് ബി ദ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് എടുക്കുകയാണ്. വൈ ആക്സിസിൽ ഞാൻ എനർജി എടുക്കുകയാണ്. ഓക്കെ, ലെറ്റ് എനർജി ഇൻ ദി വൈ ആക്സിസ്. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ പൊട്ടൻഷ്യൽ എനർജി പ്ലോട്ട് ചെയ്തു. പൊട്ടൻഷ്യൽ എനർജി പ്ലോട്ട് ചെയ്യുമ്പോൾ ഓക്കെ, ഈ പോയിൻ്റ് ഏതാണ്? ഇതാണ് ഈ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ മീൻ പൊസിഷൻ എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, സോ ഞാൻ ആദ്യം പൊട്ടൻഷ്യൽ എനർജി പ്ലോട്ട് ചെയ്യുമ്പം ഇവിടെ വെൻ എക്സ് ഈസ് ഈക്വൽ ടു 0, എക്സ് 0 ആവുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? 0 ആണ്. ഇനി എപ്പോഴാണ് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുക? പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം ആവുമ്പോഴാണ്. അതായത് എക്സ് എപ്പോഴാണോ മാക്സിമം ആവുക അപ്പോഴാണ് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുക എന്ന് പറയാം. സോ എക്സിൻ്റെ മാക്സിമത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ വെൻ എക്സ് ഈസ് ഈക്വൽ ടു എ, പൊട്ടൻഷ്യൽ എനർജി വിൽ ബി ഹാഫ് സി എ സ്ക്വയർ ആയിരിക്കും. അപ്പം എക്സ് ഈസ് ഈക്വൽ ടു 0യിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. സോ നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയുടെ കർവ് പ്ലോട്ട് ചെയ്യുമ്പോൾ അതുപോലെ ഹാഫ് സി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇതെന്താണ്? ഒരു പരാബോളയുടെ ഇക്വേഷനാണ്. ഓക്കെ, സോ നമുക്ക് ഈ കിട്ടുന്ന കർവ് എന്ന് പറയുന്നത് ഒരു പരാബോളിക് ഷേപ്പ് ആയിരിക്കും. എക്സ് ഈസ് ഈക്വൽ ടു 0യിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്, എക്സ് ഈസ് ഈക്വൽ ടു എയിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്. സോ നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് ലെറ്റ് ദിസ് ബി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് എ ആൻഡ് ദിസ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് എ. രണ്ട് എക്സ്ട്രീമുകളാണുള്ളത്. ഓക്കെ, ഒരു ഹാർമോണിക് ഓസിലേറ്റർ എടുത്താൽ അതിന് രണ്ട് എക്സ്ട്രീമുകളാണുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ 2 പോയിന്റുകളിൽ മാക്സിമം കിട്ടും, എക്സ് ഈസ് ഈക്വൽ ടു 0യിൽ മിനിമം കിട്ടും. സോ നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് ഇവിടെ നമുക്കൊരു ഈ രീതിയിൽ ഒരു പരാബോളയായിരിക്കും നമുക്ക് ഇതിൻ്റെ കർവായിട്ട് കിട്ടും. ഓക്കെ, സോ ദിസ് വിൽ ബി എ പരാബോള. ഇനി സോ ഇവിടെ ഇതിൻ്റെ മാക്സിമം വാല്യൂ ഇവിടെയാണ് വരിക. ഓക്കെ, എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് എയിലും മൈനസ് എയിലും. നൗ ഇനി കൈനറ്റിക് എനർജിയാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ ഇതാണ്. അപ്പോൾ നമുക്കറിയാം വെൻ എക്സ് ഈസ് ഈക്വൽ ടു 0, എക്സ് ഈസ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി എന്ത് വരും? ഹാഫ് സി എ സ്ക്വയർ എന്ന് വരും. അപ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം ആവുന്നത് എവിടെയാണ്? എക്സ് ഈസ് ഈക്വൽ ടു 0യിലാണ്. സോ എക്സ് ഈസ് ഈക്വൽ ടു 0യിലാണ് കൈനറ്റിക് എനർജി മാക്സിമം ആവുന്നത്. അതേസമയം എക്സ് ഈസ് ഈക്വൽ ടു എയിലും അതുപോലെ തന്നെ മൈനസ് എയിലും എന്താണ് സംഭവിക്കുക? കൈനറ്റിക് എനർജി 0 ആണെന്ന് വെച്ചാൽ എക്സ്ട്രീം പൊസിഷനുകളിൽ കൈനറ്റിക് എനർജി എന്തായിട്ട് വരും? 0 ആയിട്ട് വരും. സോ അതും കർവ് പരാബോളിക്കാണ്, പക്ഷേ ഇതിൻ്റെ നേരെ തലതിരിഞ്ഞ കർവാണെന്നേ ഉള്ളൂ. സോ കൈനറ്റിക് എനർജിയുടെ കർവ് ഞാൻ പ്ലോട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കിട്ടുക. അതായത് മാക്സിമം വരുന്നത് എക്സ് ഈസ് ഈക്വൽ ടു 0യിൽ കൈനറ്റിക് എനർജി മാക്സിമം ആവും. അത് മിനിമം ആവുന്നത് എവിടെയാണ്? എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് എയിലും മൈനസ് എയിലും അത് മിനിമം ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ എനർജിയുടെ കർവ് വരച്ചാൽ എന്തായിരിക്കും? ടോട്ടൽ എനർജി എപ്പോഴും എന്താണ്? കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ ടോട്ടൽ എനർജി വിൽ ബി ഓൾവേസ് എ കോൺസ്റ്റൻറ്റ്. സോ ടോട്ടൽ എനർജിയുടെ കർവ് എന്ന് പറയുന്നത് ഇങ്ങനൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ടോട്ടൽ എനർജി ഈസ് ഓൾവേസ് എ കോൺസ്റ്റൻറ്റ് എന്ന് വരും. സോ ടോട്ടൽ എനർജി ഈസ് ഓൾവേസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ടോട്ടൽ എനർജി. അപ്പോൾ നമുക്ക് ഇതെന്തിൻ്റെ കർവാണ്? ദിസ് ഇസ് ദ പൊട്ടൻഷ്യൽ എനർജി കർവ്, ദിസ് ഇസ് ദി കൈനറ്റിക് എനർജി കർവ് ആൻഡ് ദിസ് ഇസ് ദി ടോട്ടൽ എനർജി കർവ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും അതുപോലെ ടോട്ടൽ എനർജിയുടെയും ഗ്രാഫിക്കലായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതായത് ഇവിടെ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ ഹാഫ് സി എക്സ് സ്ക്വയർ ആയിരുന്നു. കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ ഹാഫ് സി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആയിരുന്നു. അപ്പോൾ നമുക്കറിയാം എക്സ് ഈസ് ഈക്വൽ ടു 0 വരുമ്പം പൊട്ടൻഷ്യൽ എനർജി എന്താണ്? 0 ആണ്. എക്സ് ഈസ് ഈക്വൽ ടു 0 വരുമ്പോൾ കൈനറ്റിക് എനർജി എന്താണ്? ഇറ്റ് ഈസ് ഹാഫ് സി എ സ്ക്വയർ ആണ്. അപ്പോൾ ഈ രണ്ട് കേസിലും എക്സ് ഈസ് ഈക്വൽ ടു 0 വരുമ്പോൾ നമുക്ക് ടോട്ടൽ എനർജി എന്താണെന്ന് കിട്ടും?
ഈ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഹാഫ് സി എ സ്ക്വയർ ആണെന്ന് കിട്ടും. അതേസമയം എക്സ് ഇസിക്കൽ ടു പ്ലസ് എ അല്ലെങ്കിൽ എക്സ് ഇസിക്കൽ ടു മൈനസ് എ, ഈ രണ്ട് കേസുകളിലും പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് കിട്ടും? ഹാഫ് സി എ സ്ക്വയർ ആയിട്ട് കിട്ടും. അതേസമയം എക്സ് ഇസിക്കൽ ടു പ്ലസ് എയും എക്സ് ഇസിക്കൽ ടു മൈനസ് എയും വരുമ്പോൾ കൈനറ്റിക് എനർജി നമുക്ക് എന്താണ് കിട്ടുക? ദിസ് കൈനറ്റിക് എനർജി വിൽ ബി 0 എന്ന് കിട്ടും. അപ്പോൾ ഈ കേസിലും ടോട്ടൽ എനർജി എന്തായിരിക്കും? ദിസ് വിൽ ബി ഹാഫ് സി എ സ്ക്വയർ. എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഏത് കേസ് എടുത്താലും, എങ്ങനെ എടുത്താലും, ഏത് പൊസിഷൻ എടുത്താലും ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് എപ്പോഴും എന്തായിരിക്കും? ഹാഫ് സി എ സ്ക്വയർ ആയിരിക്കും എന്നാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ടോട്ടൽ എനർജി ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ. ഇനി നമ്മൾ ചെയ്യുന്നത് ഓക്കെ, അപ്പോൾ ഇവിടുന്ന് തന്നെ നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി എപ്പോഴാണ് മാക്സിമം ആവുക? ഓക്കെ, സോ ദിസ് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുന്നത് എവിടെയാണ്? പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുന്നത് എക്സ്ട്രീം പൊസിഷനുകളിലാണ്. കാരണം എക്സ് ഇസിക്കൽ ടു പ്ലസ് എയിലും എക്സ് ഇസിക്കൽ ടു മൈനസ് എയിലും വരുമ്പോഴാണ് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുന്നത്. ഗ്രാഫ് നോക്കിയാൽ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുന്നത് എക്സ്ട്രീം പൊസിഷനിലാണ്. പൊട്ടൻഷ്യൽ എനർജി മിനിമം ആവുന്നതോ? അത് ഇതിൻ്റെ മീൻ പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനിലാണെന്ന് പറയാം. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുന്നിടത്ത് കൈനറ്റിക് എനർജി എങ്ങനെയായിരിക്കും? മിനിമം ആയിരിക്കും. സോ കൈനറ്റിക് എനർജി മിനിമം ആവുന്നതും എവിടെയാണ്? എക്സ്ട്രീം പൊസിഷനിലാണെന്ന് പറയാം. സോ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആവുന്നത് മീൻ പൊസിഷനിലാണെന്ന് പറഞ്ഞു. സോ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആവുമ്പോൾ കൈനറ്റിക് എനർജി എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. കാരണം ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കണം? അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം. സോ ഈ ഒരു കാര്യം കൂടി നമ്മളിതിനകത്ത് ഓർത്തിരിക്കണം. നൗ അടുത്ത് നമ്മൾ പറയുന്നത്, നമ്മൾ കാണാൻ പോകുന്നത് ദി ആവറേജ് പൊട്ടൻഷ്യൽ എനർജിയും ആവറേജ് കൈനറ്റിക് എനർജിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. So now we are going to calculate the average kinetic energy and the average potential energy for one complete cycle. Average kinetic energy and average potential energy for one complete cycle. For one complete cycle. എന്താണ് ഒരു വൺ കംപ്ലീറ്റ് സൈക്കിൾ എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ? ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഞാൻ ഒരു സിമ്പിൾ പെൻഡുലമാണ് പറയുന്നതെങ്കിൽ, ഓക്കെ, സിമ്പിൾ പെൻഡുലം ഇത് ഇതിൻ്റെ എക്സ്ട്രീം പൊസിഷനാണ്. ഒരു സിമ്പിൾ പെൻഡുലം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് ഇതിൻ്റെ ഇപ്പുറത്തെ എക്സ്ട്രീമിലെത്തി തിരിച്ചത് വീണ്ടും ഇവിടെ എത്തും. ഓക്കെ, അപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആവുക. അതായത് ഒരു തവണ അവിടെ പോയി തിരിച്ച് അത് ഈ പൊസിഷനിൽ തന്നെ എത്തുന്നു. അപ്പോൾ നമുക്ക് പറയാം ഇത് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം. അല്ലെങ്കിൽ ആ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മളതിൻ്റെ പീരിയഡ് എന്ന് വിളിക്കുക. അപ്പോൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്തെ നമ്മൾ പീരിയഡ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുമ്പോൾ അതിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജിയും ആവറേജ് പൊട്ടൻഷ്യൽ എനർജിയുമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഹാഫ് സി എക്സ് സ്ക്വയർ ആണെന്നറിയാം. ഓക്കെ, സോ വേർ എക്സ് എന്താണ്? എക്സ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ദാറ്റ് ഈസ് എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ ആണ്. സോ നമ്മൾ ആവറേജ് പൊട്ടൻഷ്യൽ എനർജി കാണുന്നത് ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് ഒരു കംപ്ലീറ്റ് സൈക്കിൾ ആണെന്ന് പറഞ്ഞു. സോ ഇറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to t. ഓക്കെ, ടി ടൈം കൊണ്ട് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇൻ്റഗ്രൽ 0 to t എന്ന് എടുക്കുക. അപ്പോൾ നമ്മളിവിടെ ആവറേജ് ആണ്. സോ ആവറേജ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ടി കൊണ്ട് നമ്മളിതിനെ ഡിവൈഡ് ചെയ്യുന്നു. സോ 1/t ഇൻറ്റു ഇൻ്റഗ്രൽ 0 to t ഈ പറഞ്ഞ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ. പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ഹാഫ് സി ഇൻറ്റു എക്സ് സ്ക്വയർ. വേറെ എക്സ് എന്ന് പറയുന്നത് എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ്. സോ ഞാൻ എക്സിന് വേറെ എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് കൊടുത്ത് എക്സ് സ്ക്വയർ എന്ത് വരും? എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് ഡി ടി എന്ന് പറയുന്നത് എന്താണ്? നമ്മളിതിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതായത് ടൈമിലാണ് നമ്മളിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് എന്തുവരും? സി എന്ന് പറയുന്നത് നമുക്കറിയാം. ഇറ്റ് ഈസ് ഞാനിവിടെ ഹാഫ് സി എക്സ് സ്ക്വയർ, അല്ലെങ്കിൽ ഇത് ഹാഫ് സി എന്ന് പറയുന്നത് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ആണ്. സോ ഞാൻ ഈ സിക്ക് പകരം എനിക്കിവിടെ എം ഒമേഗ സ്ക്വയർ എന്ന് തന്നെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഈ പറഞ്ഞ എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടി, ഇത്ര സാധനങ്ങൾ പുറത്തുണ്ട്. ദെൻ ഇൻ്റഗ്രൽ 0 to t
ദിസ് സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈ ഡി ടി എന്ന് വരും. ഓക്കെ, ഇൻ്റഗ്രൽ 0 to t സൈൻ സ്ക്വയർ. അപ്പോൾ ഇതിനെ നമുക്ക് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടി ഇൻ്റഗ്രൽ 0 to t സൈൻ സ്ക്വയർ. സൈൻ സ്ക്വയറിന് എനിക്ക് 1 മൈനസ് 2 കോസ് 2 ടൈംസ് ഒമേഗ ടി പ്ലസ് ഫൈ ഡിവൈഡഡ് ബൈ 2 ഡി ടി എന്ന് എഴുതാം. ഓക്കെ, അതായത് ഇതാണ് സംഭവം. 1 മൈനസ് കോസ് 2 തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് 2 സൈൻ സ്ക്വയർ തീറ്റയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 ആണ്. ഇതാണ് ഞാനിപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്തത്. അതായത് ഒരു സൈൻ സ്ക്വയർ തീറ്റയെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 എന്ന് എഴുതും. സോ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് പറയുന്നത് 1 മൈനസ് ഇവിടെ ഈ 2 ഇല്ല, തെറ്റിപ്പോയതാണ്. സോ ദിസ് ഈസ് 1 മൈനസ് കോസ് 2 ടൈംസ് ഒമേഗ ടി പ്ലസ് ഫൈവ് ഡിവൈഡഡ് ബൈ 2 ഡി ടി എന്ന് വരും. ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രലിനകത്തുള്ള 2-നെയും കൂടി ഞാൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 4 ഇൻറ്റു ടി എന്ന് വരും. ദെൻ ഇൻ്റഗ്രൽ 0 to t ദിസ് 1 മൈനസ് കോസ് 2 ടൈംസ് ഒമേഗ ടി പ്ലസ് ഫൈവ് ഡി ടി എന്ന് വരും. ഓക്കെ, സോ ദിസ് ഈസ് ആവറേജ് പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ കാണുന്നത്. ഇപ്പം നമുക്ക് കിട്ടിയത് ഇത് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ടി ഇൻറ്റു അകത്തെന്ത് വരും? ഇൻ്റഗ്രൽ 0 to t ഡി ടി മൈനസ് ഇൻ്റഗ്രൽ 0 to t കോസ് ഓഫ് 2 ടൈംസ് ഒമേഗ ടി പ്ലസ് ഫൈവ് ഡി ടി എന്ന് വരും. ഓക്കെ, 2 ഇൻ്റഗ്രലായിട്ട് നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ഈ ഇൻ്റഗ്രൽ 0 to t ഡി ടി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to t ഡി ടി എന്ന് പറയുന്നത് നമുക്കറിയാം അത് ടി തന്നെയാണ്. വാട്ട് ഈസ് ദിസ് ഇൻ്റഗ്രൽ 0 to t കോസ് ഓഫ് 2 ടൈംസ് ഒമേഗ ടി പ്ലസ് ഫൈവ് ഡി ടി. ഓക്കെ, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇൻ്റഗ്രൽ കോസ് എന്ന് പറയുന്നത് സൈനാണ്. സോ സൈൻ ഓഫ് 2 ടൈംസ് ഒമേഗ ടി പ്ലസ് ഫൈവ് ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരും? 2 ഒമേഗ ഫ്രം 0 to t. ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് 0 to t ആണ്. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഓഫ് 2 ഇൻറ്റു ഞാൻ ലിമിറ്റ്സ് കൊടുക്കുകയാണ്. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു. സോ ഒമേഗ ഇൻറ്റു ക്യാപിറ്റൽ ടി പ്ലസ് ഫൈവ് ഡിവൈഡഡ് ബൈ 2 ഒമേഗ മൈനസ് ദിസ് സൈൻ ഓഫ് 2 ഇൻറ്റു ഒമേഗ ഇൻറ്റു ടിക്ക് വരെ 0 വരും. സോ ദിസ് ഈസ് ഒമേഗ ടി എന്ന് പറയുന്നത് 0 ആയിപ്പോവും. സോ ദിസ് വിൽ ബി സൈൻ ഓഫ് 2 ഫൈവ് എന്ന് തന്നെ വരും ഡിവൈഡഡ് ബൈ 2 ഒമേഗ എന്ന് വരും. ആൻഡ് ദിസ് ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ഒമേഗ ഈസ് 2 പൈ ഡിവൈഡഡ് ബൈ ടി ആണ്. സോ ഈ ടിയും കൂടി ക്യാൻസൽ ആവും. ആൻഡ് ദിസ് ഈസ് സൈൻ ഓഫ് 2 ടൈംസ് 2 പൈ പ്ലസ് 5 divided by 2 omega minus sin this 2 phi divided by 2 omega എന്ന് വരും. എനിവേ സൈൻ ഓഫ് ദിസ് 2 പൈ പ്ലസ് 5 എന്ന് പറയുന്നത് എന്താണ്? സൈൻ ഓഫ് 2 പൈ പ്ലസ് 5 എന്ന് പറയുന്നത് ദിസ് വിൽ ബി, അല്ലെങ്കിൽ ഇതിനെ അകത്തേക്ക് എടുത്തോളൂ. ഈ 2-നെ കൂടി അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് ശരിക്കും എന്താണ്? സൈൻ ഓഫ് 4 പൈ പ്ലസ് 2 ഫൈ ആണ്. ഓക്കെ, എനിക്കിതിന് സൈൻ ഓഫ് 4 പൈ പ്ലസ് 2 ഫൈ എന്ന് എഴുതാം. ഓക്കെ, സോ വാട്ട് ഈസ് ദിസ് സൈൻ ഓഫ് 4 പൈ പ്ലസ് 2 ഫൈ? അതായത് 4 പൈ ആംഗിൾ കറങ്ങി വന്നു കഴിഞ്ഞാൽ അത് എന്ത് തന്നെയായിരിക്കും? സൈൻ ഓഫ് 4 പൈ പ്ലസ് 2 ഫൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സൈൻ 2 ഫൈ തന്നെയാണ്. സോ ദിസ് വിൽ ബി സൈൻ 2 ഫൈ ബൈ 2 ഒമേഗ മൈനസ് സൈൻ 2 ഫൈ ഡിവൈഡഡ് ബൈ 2 ഒമേഗ എന്ന് വരും. എനിവേ ദിസ് വിൽ ബി 0. അപ്പോൾ ഈ സെക്കൻഡ് ടേം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമിൻ്റെ ഇത് ഇൻ്റഗ്രൽ 0 to t ഡി ടി ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ ടി ആണെന്ന് പറഞ്ഞു. സോ നമുക്കിവിടെ ആവറേജ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്ത് വരും? ആവറേജ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ദിസ് വിൽ ബി
m omega square a square divided by 4t into capital T എന്ന് വരും. or this is ടിയും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 1/4 into m omega square a square എന്ന് വരും. this is the average potential energy. ഓക്കെ, നമുക്കിനി അടുത്തത് കാണേണ്ടത് ആവറേജ് കൈനറ്റിക് എനർജിയാണ്. അതിനായിട്ട് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാഫ് ഇൻറ്റു സി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണെന്നറിയാം. ഓർ ദിസ് ഈസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു ദിസ് എ സ്ക്വയർ മൈനസ് എക്സ് എന്ന് പറയുന്നത് എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ്. സോ ദിസ് ഈസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് വരും. ഓർ ദിസ് ഈസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് എഴുതാം. ഓർ ദിസ് ഈസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് എടുക്കാം. അപ്പോൾ ഇവിടെ ആവറേജ് കൈനറ്റിക് എനർജി എടുക്കുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് 1/t ഇൻറ്റു ഇൻ്റഗ്രൽ 0 to t ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ദിസ് കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് ഡി ടി എന്ന് വരും. അപ്പോൾ ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഈ ഇവിടെ എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടി ഇൻ്റഗ്രൽ 0 to t കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് ഡി ടി ആണെന്ന് കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് ആവറേജ് കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടി ഇൻറ്റു ദിസ് ഇൻ്റഗ്രൽ നമുക്ക് കിട്ടിയതായിരുന്നു ഇൻ്റഗ്രൽ 0 to t കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് ഡി ടി ആണ്. കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കോസ് സ്ക്വയർ തീറ്റയെ 1 പ്ലസ് കോസ് 2 തീറ്റ ബൈ 2 എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ ദിസ് ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടി ഇൻറ്റു ദിസ് ഈസ് ഇൻ്റഗ്രൽ 0 to t 1 പ്ലസ് കോസ് 2 ടൈംസ് ദിസ് ഒമേഗ ടി പ്ലസ് ഫൈവ് ഡിവൈഡഡ് ബൈ 2 ഡി ടി എന്നെഴുതും. ഈ 2നെ കൂടി നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ദിസ് വിൽ ബി എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4t ഇൻറ്റു രണ്ട് ഇൻ്റഗ്രലാക്കി ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ 0 to t ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ 0 to t കോസ് ഓഫ് 2 ടൈംസ് ഒമേഗ ടി പ്ലസ് ഫൈവ് ഡി ടി എന്ന് വരും. ഈ ഇൻ്റഗ്രൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. ഇത് 0 ആണ്, നമുക്ക് നേരത്തെ കിട്ടിയിരുന്നു. അതുപോലെ ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. ഇത് ടി ആണ്. മുമ്പത്തെ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് മുമ്പത്തെ എക്സ്പ്രഷൻ ഇവിടെ നടുക്കം മൈനസ് ആയിരുന്നു, ഇവിടെ പ്ലസ് ആണെന്നേ ഉള്ളൂ. പക്ഷേ ഈ പ്ലസ് കഴിഞ്ഞിട്ട് മൈനസ് കഴിഞ്ഞിട്ട് വരുന്ന ടേം എന്താണ്? എപ്പോഴും 0 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിസ് വിൽ ബി എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ബൈ 4t ഇൻറ്റു ടി എന്ന് വരും. ടി ക്യാൻസൽ ആവും. സോ നമുക്ക് ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എഗെയിൻ 1/4 എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് കിട്ടിയത് ദിസ് ആവറേജ് പൊട്ടൻഷ്യൽ എനർജിയും ആവറേജ് കൈനറ്റിക് എനർജിയും സെയിം ആയിട്ട് കിട്ടി. അത് രണ്ടും എത്രയാണ്? 1/4 എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ദി ടോട്ടൽ ഓഫ് ദി ആവറേജ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി, സോ ദി ടോട്ടൽ ഓഫ് ആവറേജ് കൈനറ്റിക് എനർജി ആൻഡ് ആവറേജ് പൊട്ടൻഷ്യൽ എനർജി ഓവർ വൺ കംപ്ലീറ്റ് സൈക്കിൾ, വൺ കംപ്ലീറ്റ് ടൈം പീരിയഡ് എന്ന് പറയാം. വൺ കംപ്ലീറ്റ് ടൈം പീരിയഡ് ഈസ് എന്താണ്? രണ്ടും കൂടെ ആഡ് ചെയ്യുക. സോ ദിസ് ഇസ് 1/4 എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് 1/4 എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആണ്. ആൻഡ് ദിസ് വിൽ ബി ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആണ് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആവറേജ് പൊട്ടൻഷ്യൽ എനർജിയും ആവറേജ് കൈനറ്റിക് എനർജി ഓവർ വൺ കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് സെയിം ആണെന്ന് നമുക്ക് കിട്ടി. അതായത് ആവറേജ് പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ആവറേജ് കൈനറ്റിക് എനർജി ഈക്വൽ ടു 1/4 എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആണ്. ദെർഫോർ ദി ആവറേജ് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഓവർ വൺ കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആണെന്ന് കിട്ടി. ഓക്കെ, സോ ദാറ്റ് ഈസ് ദെർഫോർ നമുക്ക് എന്ത് പറയാം? ദിസ് ആവറേജ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ആവറേജ് കൈനറ്റിക് എനർജി for one complete time period, for one complete time period, and each one is equal to half the total energy, and each one is equal to half the
ടോട്ടൽ എനർജി. നമുക്കറിയാം ഹാഫ് ദ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആണ്. അതിൻ്റെ പകുതിയാണ് 1/4 എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എനർജിയെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പൊതുവിൽ നമ്മൾ ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചത് കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു, പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു, ടോട്ടൽ എനർജിയുടെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തു, അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ നടത്തി. ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ആവറേജ് കൈനറ്റിക് എനർജിയും ആവറേജ് പൊട്ടൻഷ്യൽ എനർജിയും നമ്മൾ കണ്ടുപിടിച്ചു. അതിനകത്ത് നമ്മൾ ആവറേജ് ടോട്ടൽ എനർജി നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.